കേരളത്തിൽ മാത്രമല്ല ഒമാനിലും കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഒമാൻ കൃഷിക്കൂട്ടം. കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രവാസികളുടെ കൂട്ടായ്മ. മനസ്സിലും മരുഭൂമിയിലും കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പ്രവാസി കർഷകരാണ് ഇവർ. മണ്ണ് ചതിക്കില്ലെന്ന പഴമൊഴിയുടെ ഒമാൻ സാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങൾ. മൂത്തുവിളഞ്ഞ് പഴുത്ത് ചുവപ്പും മഞ്ഞയുമായി കൊതി തോന്നുന്ന പഴങ്ങളും പച്ചക്കറികളും മുറ്റത്തെ മണ്ണിലും ബാൽക്കണിയിലും ഇത്തിരിപ്പോന്ന ജനൽപ്പടികളിലുമെല്ലാമായി വിളയിച്ച അധ്വാന ഫലങ്ങളാണ് ഇത്. ഒമാനിലെ കൃഷിക്കൂട്ടത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുൻപാണ് കൃഷിക്കൂട്ടം എന്ന കൂട്ടായ്മ രൂപപ്പെടുന്നത്. കൂട്ടായ്മയിൽ അന്ന് വിരലിൽ എണ്ണാവുന്ന അംഗങ്ങൾ മാത്രം. കൃത്യമായ കൃഷിരീതിയെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയാത്തവർ. പക്ഷേ അവർ അറിയാവുന്ന കൃഷിപ്പാഠങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു. സമൂഹ മാധ്യമം തന്നെയായിരുന്നു പ്രധാന ആശയവിനിമയ ഉപാധി. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വിത്തുകൾ നാട്ടിൽ നിന്നെത്തിച്ച് ഒമാൻ കൃഷിക്കൂട്ടം എല്ലാ വർഷവും മുടങ്ങാതെ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി നമ്മളത് നമ്മളുടെ അംഗങ്ങൾക്കായി വിതരണം ചെയ്യാറുണ്ട്. കോവിഡിൻ്റെ സമയത്ത് പോലും കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ അംഗങ്ങൾക്കും വിത്തുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആരംഭകാലം മുതൽ തന്നെ വിത്തില്ലാത്തതിന്റെ പേരിൽ ഒമാനിൽ ആരും കൃഷി ഇറക്കാതിരിക്കരുത് എന്ന നിർബന്ധം അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവർ പരസ്പരം മികച്ച വിത്തുകൾ കൈമാറി. കേരളത്തിൽ നിന്നും നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ കൊണ്ടുവന്നു. മണ്ണൊരുക്കുന്നതിനെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും പരസ്പരമുള്ള അറിവുകൾ പങ്കിട്ടു. സെപ്റ്റംബറോട് കൂടിയിട്ടാണ്, പക്ഷെ ഞങ്ങൾ അതിനു മുമ്പ് നാട്ടിൽ നിന്ന് വിത്തുകൾ എത്തിച്ച് അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഹൈബ്രിഡിന്റെ വിത്തുകളായിരിക്കും, കേരള ഗവൺമെന്റിന്റെ വിത്തുകൾ, ഇതെല്ലാം കൊണ്ടുവന്ന് എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ ഇത് കൊടുക്കും. സീഡ് ബാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ പിന്നീട് ഒരുക്കി. കൂട്ടായ്മ അങ്ങനെ വളർന്നു. മസ്കറ്റ്, സോഹാർ, ബുറൈമി, സലാല തുടങ്ങി 4 റീജിയനുകളിലായി ഇന്ന് 4000-ലധികം അംഗങ്ങളുള്ള വലിയൊരു കൂട്ടായ്മയാണ് ഒമാൻ കൃഷിക്കൂട്ടം. ഓരോ വീട്ടിലും ഒരു കറിവേപ്പിൻ്റെയോ പച്ചമുളകോ ചീരയോ തക്കാളിയോ നമുക്ക് നടാൻ സാധിക്കുമെന്ന് തെളിയിച്ചവർ. മണ്ണും ചാണകവും വളവും വിത്തും കണ്ടെത്താനുള്ള വഴികൾ അവർ ഒരുമിച്ച് കണ്ടെത്തി. കൂടെയുള്ളവർക്കും പിന്നീട് കൂടെ കൂടിയവർക്കും പരസ്പരം മാർഗദർശികളായി. ഒമാൻ കൃഷിക്കൂട്ടം എപ്പോഴും പറയുന്നത് ജൈവ കൃഷി. നമ്മുടെ മക്കള് ഇവിടെ ഒരു തക്കാളി ഉണ്ടായി കഴിഞ്ഞാൽ അത് പോയി പറിച്ച് അവർക്ക് കഴിക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വളങ്ങൾ കിട്ടില്ല എന്ന് ഒരാളും പേടിക്കേണ്ട. എല്ലാ വളങ്ങളും കിട്ടും. നമുക്ക് ഫിഷ് അമിനോ ഉണ്ടാക്കാം, എഗ് അമിനോ ഉണ്ടാക്കാം, കിച്ചൺ വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിനൊന്ന് ഇറങ്ങിത്തിരിക്കണം. അവൈലബിൾ ആയിട്ടുള്ള ജൈവ സാധനങ്ങൾ ഉപയോഗിച്ച് ആ മണ്ണിനെ ഒരുക്കിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമുക്ക് നാട്ടിലെ പോലെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാകണമെന്നില്ല. നമ്മൾ ഒരു ജൈവ കൃഷിയെ ഒമാൻ കൃഷിക്കൂട്ടം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് കൂടുതലും ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ലഭ്യമായിടത്ത് പോയി കൊണ്ടുവന്ന് അത് വെച്ച് മണ്ണൊരുക്കി അതിലാണ് ഒമാൻ കൃഷിക്കൂട്ടം നമ്മുടെ അംഗങ്ങളെ കൃഷി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. കൃഷി ചെയ്ത് മുൻപരിചയമില്ലാത്ത എന്നാൽ കൃഷിയോട് താല്പര്യമുള്ള പ്രവാസികളാണ് കൂട്ടായ്മയിൽ അധികവും. തനി നാടൻ ഇനങ്ങളും ശീതകാല പച്ചക്കറികളുമാണ് കൂടുതൽ. വിത്തുകൾ ഹൈബ്രിഡ് ഇനങ്ങൾ. മീൻ വളർത്തലും പൂന്തോട്ട നിർമ്മാണവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരും കൂട്ടത്തിലുണ്ട്. മികച്ച കൃഷിക്കാരെ കണ്ടെത്തി ആദരിക്കുന്നതിനായി എല്ലാ വർഷവും കർഷകർക്കായി വിവിധ അവാർഡുകളും സമ്മാനിക്കാറുണ്ട് കൃഷിക്കൂട്ടം. തുടക്കം മുതൽ തന്നെ ഒമാൻ കൃഷിക്കൂട്ടത്തിന് കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വിദഗ്ധമായ ഒരു പാനൽ തന്നെയുണ്ട്. ഒമാനിലെ എല്ലാ റീജിയനിൽ നിന്നും 2 കാറ്റഗറിയിലായത്, അതായത് പോർട്ട് കാറ്റഗറിയും സോയിൽ കാറ്റഗറിയിലും മത്സരങ്ങളും നമ്മൾ നടത്താറുണ്ട്. ഇതിൽ നിന്നും വിജയിക്കുന്ന മികച്ച കർഷകനെയും കർഷകയെയും നമ്മൾ എല്ലാ വർഷവും ഒമാൻ കൃഷിക്കൂട്ടം നടത്തുന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ ആദരിക്കാറുണ്ട്. കൃഷിയിലേക്ക് കുട്ടികളെ കൂടി ആകർഷിക്കാനുള്ള പദ്ധതികളുമുണ്ട് കൂട്ടായ്മയ്ക്ക്. മണ്ണൊരുക്കുന്നതിലും വിത്ത് നടുന്നതിലും വിളവെടുപ്പിലുമെല്ലാം മക്കളും കൂടെ ഉണ്ടാകും. ബുറൈമി ഇന്ത്യൻ സ്കൂളിൽ ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ മാതൃകാ കൃഷിത്തോട്ടം തന്നെയുണ്ട്. കുട്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള മത്സരങ്ങളാണ് മറ്റൊരാകർഷണം. കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ഒമാൻ കൃഷിക്കൂട്ടം കുട്ടികൾക്കായി പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് ഒരു മത്സരം നടത്തി വരുന്നുണ്ട്. ലിറ്റിൽ ഗ്രീൻ ഫിംഗേഴ്സ് എന്ന പേരിൽ ഒരു മത്സരം നടത്തി വരുന്നുണ്ട്. കുട്ടികൾക്ക്
ചെടിത്തൈകൾ, പച്ചക്കറി തൈകൾ നൽകുകയും അത് കുട്ടികൾ നട്ട് നനച്ച് വളർത്തി അതിൽ നിന്ന് വിളവെടുക്കുന്ന സമയം വരെയുള്ള കാലയളവിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന കുട്ടിയെ ദ ലിറ്റിൽ ഗ്രീൻ ഫിംഗർ എന്ന പേരിൽ ആദരിച്ചു വരാറുണ്ട്. പതിറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ വിപുലമായ കാർഷികോത്സവത്തിന് തയ്യാറെടുക്കുകയാണ് കൃഷിക്കൂട്ടുകാർ. വിളവെടുപ്പും കാർഷികമേളയും മത്സരങ്ങളുമെല്ലാമായി പ്രവാസി കർഷകരുടെ ഒരു വലിയ ഒത്തുകൂടൽ. അറേബ്യൻ നാടുകളിൽ നിന്നുമുള്ള കാഴ്ചകളും അനുഭവങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.